ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉപ്പ, അവർക്ക് വേണ്ടി നിങ്ങളുടെ ദുആയിലും ഉൾപ്പെടുത്തുക. ഇന്നത്തെ ദിവസം കുഞ്ഞുങ്ങളുടെ ഉപ്പ മരണപ്പെട്ടു പോയ ഒരു ദിവസമാണ്. പക്ഷെ മരണപ്പെട്ടു പോയി എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇന്നും ഞങ്ങളുടെ കൂടെ, അതായത് ഞങ്ങൾ കേരളത്തിലും ആളുടെ ജോലി തമിഴ്നാട്ടിലുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പോഴും ലീവിന് വരുന്നു, പറക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് മക്കളാണെങ്കിലും ഞങ്ങളാണെങ്കിലും കഴിയുന്നത്. അപ്പം ന്യൂ ഇയർ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. ഒരിക്കലും അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടുന്നൊരു ദിവസം. ന്യൂ ഇയർ ആയെങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി കേക്കും കാര്യങ്ങളും. തമിഴ്നാട്ടിൽ പറഞ്ഞാൽ ഭയങ്കര ഒരു ആഘോഷമാണ്. നമ്മുടെ ആഘോഷങ്ങളൊന്നുമല്ല, ജാതിഭേദങ്ങളും ഒന്നും നോക്കാതെ അവിടെ ആഘോഷിക്കും. വെളിയിൽ അതുവരെയും കമ്പനിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തോട്ട് ആ സമയം കേക്കുമായിട്ട് വരികയും പറക്കുകയൊക്കെ ചെയ്യുന്ന. പക്ഷേ ഈ ന്യൂ ഇയറിൻ്റെ അന്ന്, 2020 ന്യൂ ഇയറിൻ്റെ അന്നാണ് ആൾ മരണപ്പെട്ടു പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനോ പറക്കാനോ ഇല്ല. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അമ്മച്ചി മരിച്ച ദിവസമാണെങ്കിലും മത്ത മരിച്ച ദിവസമാണെങ്കിലും വീട്ടിൽ ആഹാരങ്ങൾ ഉണ്ടാക്കുക, ഉസ്താദന്മാരെ വിളിച്ച് ദുആ ഇറക്കുക, നമ്മൾ ഖത്തം ഓതി വെച്ചിരിക്കുന്നു എല്ലാം ദുആ ഇറക്കും പറക്കൊക്കെ ചെയ്യും. എന്നിട്ട് യത്തീംഖാനയിൽ അരി കൊണ്ട് കൊടുക്കും പറക്കൊക്കെ ചെയ്യും. ഈ പ്രാവശ്യം ഡിസംബർ 1-ാം തീയതി എൻ്റെ ഉപ്പ മരണപ്പെട്ട ദിവസമായിരുന്നു. ആ ദിവസം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ അർഹതപ്പെട്ട ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബം പോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ ഒരു സഹോദരൻ, പ്രിയപ്പെട്ട, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി. ആ കുടുംബത്തിൽ ഇച്ചിരി ഇല്ലാത്ത 2 കുഞ്ഞുങ്ങൾ, അതായത് ഒരു കുഞ്ഞിന് 3 വയസ്സും ഒരാൾക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങോട്ട് പഠിക്കുന്ന ആ കുടുംബത്തിലേക്ക് ഞങ്ങൾ ആരാന്നോ ഇവരാന്നോ വെളിപ്പെടുത്താനോ ഫോട്ടോ കാണിക്കാനോ മറ്റുള്ളവരൊന്നുമില്ല. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കുഞ്ഞു മക്കൾക്കും ആ കുടുംബത്തിനും വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് തൃപ്തിയോടെ ഞങ്ങൾ ചെയ്യണം എന്ന് ഓർത്തു. അതേപോലെ അതിൻ്റെ ആ സഹോദരൻ്റെ ഉപ്പാക്ക് ഒരു ഹോസ്പിറ്റൽ കേസുണ്ട്. അപ്പം അതും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവരുടെ ഒരാളുടെ പോലും ഫോട്ടോ ഇതിൻ്റെ അകത്ത് ഇടാനോ പറക്കാനോ ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ പരസ്യത്തിനോ ഇല്ല മറ്റുള്ളവരെ കാണിക്കാനോ ഇല്ല. പക്ഷെങ്കിൽ ഇത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. എന്നാന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് നമ്മൾ ആഹാരം വാങ്ങിച്ച് വെച്ച് വിളമ്പി 4 പേര് കാണുന്ന രീതിയിൽ 10 പേരെ വിളിച്ച് ആഹാരം കൊടുക്കുക, എന്നിട്ട് ദുആ ചെയ്യാൻ പറയുക. അവർ ദുആ ചെയ്യുന്നുണ്ടോയെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. എന്നിട്ട് ആഹാരം കഴിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ മാറി നിന്ന് കുറ്റം പറയാനും പറക്കാനും നിൽക്കും. ഇതാകുമ്പം ഒരാളും അറിയുകയില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തൃപ്തിയാകും. എന്നിട്ട് നമ്മൾ ഓതി വെച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിലിരുന്ന് ദുആ ചെയ്യുക, മക്കളും ഇരുന്ന് നമ്മളെക്കൊണ്ട് പറ്റുന്ന അന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇതൊക്കെയാണ് അവർക്കും, എൻ്റെ ഉപ്പയ്ക്കാണെങ്കിലും ഉമ്മയ്ക്കാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഉപ്പക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളിലാണ് സന്തോഷവും സമാധാനവും. അപ്പം അള്ളാഹുവേ, ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഈ ഒരു കാര്യം ചെയ്ത് അള്ളാഹു ഇരു ലോകത്തിലും ഞങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടായിട്ട് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞ് ആത്മാർത്ഥതയോടെ ദുആ ചെയ്യുക. ഞങ്ങൾക്ക് ആ ബേക്കറി ഐറ്റം എല്ലാം വാങ്ങിച്ച് ഇനി ഇച്ചിരി ഫ്രൂട്ട്സും കൂടെ വാങ്ങിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇവിടുന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന കടയിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പം രാത്രിയാകുമ്പോൾ കൊണ്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പകൽ അതിൻ്റെ ചുറ്റും നമുക്കറിയാവുന്നവരും ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഉപ്പാടെ ചേട്ടൻ്റെ വീടിൻ്റെ ഭാഗത്തൂടെ വേണം അങ്ങോട്ട് പോകാനും. അപ്പോൾ അവരൊക്കെ അറിയുമല്ലോ. പിന്നെ അവിടെ കയറി അതെല്ലാം നമ്മൾ അവരോടത് വിശദീകരിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആരും ഒന്നും കാണണ്ട പിറക്കണ്ട എന്നുള്ള രീതിയിൽ നമസ്കാരം എല്ലാം സംസ്കാരവും കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കാനും ഈ സമയത്ത് ഇറങ്ങുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചിട്ട് ഇനി ആ ഫ്രൂട്ട്സ് കടയിലോട്ട് കൊണ്ടുപോയി നിർത്തി. അവിടെ പോകുമ്പോഴും നമുക്ക് എന്ത് വാങ്ങിച്ച് കൊടുത്താലാണ് അവർക്ക് തൃപ്തിയാകുന്ന ആ കുഞ്ഞുങ്ങൾക്ക് എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച കാര്യം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും തൃപ്തിയായിട്ടുണ്ട്. ഇനി അതും കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. നമുക്കങ്ങോട്ട്
അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഭാഗം ഇച്ചിരി കുഴി പോലെയുള്ളൊരു സ്ഥലമാണ്. അന്നേരം അങ്ങോട്ട് വണ്ടി മിറ്റം വരെ പോകുമോയെന്ന് അറിയത്തില്ല. അവൻ ആ വീട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റിയില്ല. മയ്യമാണ് ആ വീട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു പെരയായിരുന്നു. എന്ത് ചെയ്യാനാ, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഞാൻ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉപ്പാക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ഇറക്കണം എന്ന് ആത്മാർത്ഥതയോട് പറയുകയാണ്.